Super senior speech code letter H on this stage. Assalamualaikum warahmatullahi wabarakatuh. Bismillah, walhamdulillah, wassalatu wassalamu ala ashrafil rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ ആസ്പദമായി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ആഗതനായിട്ടുള്ളത്. അതിനെ തുടർച്ച പ്രപഞ്ചനാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഹിജാബ് ഇട്ട പെണ്ണിനെ പേടിയുള്ള കാലത്ത്, അത് ധരിക്കുന്നവരെ അപരവൽക്കരിക്കുന്ന കാലത്ത്, അത് കാണുമ്പോഴേക്കും ഭയമേറുന്നുവെന്ന് ന്യൂസ് റൂം ക്യാബിനറ്റിൽ തമ്പുരാക്കന്മാർ അന്ത്യചർച്ച വിഷയം തയ്യാറാക്കുന്ന കാലത്ത് നാം ഹിജാബിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഹിജാബ് ഒരുക്കുന്ന സ്ത്രീ സുരക്ഷയെ കുറിച്ച് സംവദിക്കുകയാണ്. സ്ത്രീ എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ ഭാഗ്യമാണ്. ആ മഹാഭാഗ്യത്തെ ആദരിക്കലും സുരക്ഷ നൽകലും അതിപ്രധാനമായി നോക്കുന്ന മതമാണ് ഇസ്ലാം. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഉത്തമം സ്ത്രീകളോട് മഹനീയമായി വർത്തിക്കുന്നവരാണ്. മാത്രമല്ല, ആധുനിക ലോകത്തെ സർവ്വജനാചരണങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സുഹൃത്തം സ്ത്രീയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നത് ഈ സുഹൃത്തത്തെ കുറിച്ചാണ്. ഇത്രമേൽ സ്ത്രീയെ ആദരിച്ച മറ്റേത് മതമുണ്ട്, മറ്റേത് സിദ്ധാന്തമുണ്ട്? ഇല്ല, അങ്ങനെയില്ല. പെണ്ണിനെ ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന അറബ് സംസ്കാരത്തെ പുരാതന ഭീകരതയെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്ത്രീയെ അടിമയായി അടിച്ചമർത്തിക്കൊണ്ടിരുന്ന പുരാതന റോമ സംസ്കാരത്തെ വായിച്ചിട്ടില്ലേ നമ്മൾ? ഇന്നും സ്ത്രീയുടെ ഉടയാട അയച്ചു മാറ്റി അവളുടെ അഭിമാനത്തിൽ നിക്ഷേപമേൽപ്പിക്കുകയാണ് നവോദാരതയുടെ പുണ്യമെന്ന് കരുതുന്നവരെ കാണുന്നില്ലേ നമ്മൾ? അവിടെ തന്നെയാണ് ഇസ്ലാമും സ്ത്രീയും ഹിജാബും പ്രസക്തനീയമാകുന്നത്. പെൺമക്കളുടെ സുരക്ഷയും മാനവും സംരക്ഷിക്കുന്നതിന് സമൂഹം കാണിക്കേണ്ടുന്ന ജാഗ്രതയെ കുറിച്ച് വളരെ ശ്രദ്ധേയമായ നിർദ്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പഠനങ്ങളുണ്ട്, അതിലുണ്ട് സ്ത്രീകൾ നേടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ഏറെ ഇതുകൊണ്ട് ശ്രദ്ധേയമാണ്. വിശുദ്ധ ഖുർആനിലെ വേദവാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ അജ്ഞാനകാല സ്ത്രീകൾ രംഗത്തിറങ്ങിയ പോലെ നിങ്ങൾ ഇറങ്ങരുത്. അനാവശ്യമായ കവാത്തിനെയാണ് ഇസ്ലാം വിമർശിക്കുന്നത്. പക്ഷേ അത് ബന്ധനമല്ല, ഇസ്ലാം സ്ത്രീകൾ നൽകുന്ന പരിഗണനയാണ്. ഹിജാബിനെ അടിച്ചമർത്തലായി എഴുതുകയും പറയുകയും പാടുകയും ചെയ്യുന്നവർ വ്യത്യസ്ത സ്വഭാവക്കാർ സമൂഹത്തിലുണ്ടാകും. അനിയാന്ത്രികതാമാർക്കുള്ളവരും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കെണിയിലും വലയിലും അകപ്പെട്ട് കാമാർത്തിപ്പുള്ളവരായും ഈ തെരുവില്ല ഇല്ലെന്ന് പറയാനാവില്ല. ഇത്തരക്കാർക്കിടയിൽ സ്ത്രീ അവളുടെ ശരീരവടികൾ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് വിശദീകരണം വേണ്ടിയല്ലോ. സാധാരണ സ്ത്രീകളല്ല, അവർ അന്താരാഷ്ട്ര തലത്തിലെ അക്കാദമിക് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണവർ. ഹിജാബിനെ കുറിച്ചുള്ള യൂറോപ്യൻ നിലപാടും അപര സംസ്കാരത്തിലെ അടിച്ചമർത്തല എന്ന് പറയുന്നവരെ പരിഹാസമെല്ലാം എതിർക്കപ്പെടേണ്ടതാണെന്ന് ലൈല അഹ്മദിന്റെ ശ്രദ്ധേയമായ നിർദ്ദേശമുണ്ട്. ലോകത്ത് സ്ത്രീകൾ കൊലപാതകങ്ങളും പീഡനങ്ങളും നേരിടുമ്പോൾ, അതിനെല്ലാം ഇരയാകുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് അതിപ്രധാനമായ ഒരു ആയുധമാണ് ഹിജാബ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കേതറിംഗ് മുല്ലറിനെ അറിയുമോ നിങ്ങൾ? ഇല്ലെങ്കിൽ അറിയണം, വായിക്കണം. ഹിജാബിനെ മൂടുപടമായി അടിച്ചെഴുതി പിടിപ്പിച്ചിരുന്ന കേതറിംഗ് മുല്ലറി തന്നെ പിന്നീട് ഹിജാബിന്റെ വിശ്വാസിയെ ലോകത്ത് മുന്നിൽ പ്രദർശിപ്പിച്ചത് ഹിജാബിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിജാബ് എന്നുള്ളത് സ്ത്രീ സുരക്ഷയുടെ അതിപ്രധാനമായ ആയുധമാണ്. ഹിജാബ് പുരുഷാഭിമാനത്തിന്റെ ചിഹ്നമല്ല, ഇസ്ലാമിക സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വിമോചനത്തിന്റെ സെൻസിന്റെ ദുർഗന്ധം അടിപ്പിക്കുന്ന ആംഗലമാരോടും വെറിയെ കൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ ചവിട്ടി മികച്ച കൊന്ന കഥയുണ്ട്. നിങ്ങൾ പറയുന്ന സിദ്ധാന്തങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ പെങ്ങന്മാരാണ്, അത് അവരുടെ ചോയ്സാണ്. നിങ്ങളുടെ നിയോജന
ലാപ്പിക്കറിയിൽ കൊണ്ടുപോയി താഴ്ത്തിയേക്കോ. ഹിജാബ് പുരുഷാഭിമാനത്തിന്റെ ചിഹ്നമല്ല, സ്ത്രീ അഭിമാനത്തിന്റെയും സുരക്ഷയുടെയും ചിഹ്നമാണ്. അത് അങ്ങനെ തന്നെ പറയണം, അങ്ങനെ തന്നെ സംവദിക്കണം. അതിനെ അനുഗ്രഹിക്കട്ടെ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക.